ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്, നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ കുറച്ച് സാലിയൻ ഫീച്ചേഴ്സ് കണ്ടു. അതിന്റെ എങ്ങനെ മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റാൻഡ്സ് ഔട്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇന്ന് ഫീച്ചേഴ്സ് എല്ലാം ഇതിന്റെ റൂളും ലോവും എല്ലാം അറിയാം. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് എങ്ങനെ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് അതിൽ നിന്ന് വരുന്നു, എങ്ങനെ മാക്സിമം ടാക്സ് ഔട്ട് ഗോ കുറയ്ക്കാൻ നോക്കാം, അത് സീറോയിലേക്ക് ആക്കാൻ നോക്കാം എന്നുള്ള ചില സ്ട്രാറ്റജീസ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തും. മ്യൂച്വൽ ഫണ്ട്സ് ഡയറക്റ്റ് സ്കീമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനുള്ള മ്യൂച്വൽ ഫണ്ട് വെബ്സൈറ്റ്സിന് ഞാൻ കുറച്ച് പരിചയപ്പെടുത്താം, AMCകളുടെ വെബ്സൈറ്റ്. അപ്പൊ അതിലൂടെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്കീമിൽ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കാൻ പറ്റും. ആക്സിസ്, ICICI, DSP, HDFC ഇവരുടെയൊക്കെ വെബ്സൈറ്റ്സ് ആണ്, പോപ്പുലർ ആയിട്ടുള്ള AMCകളുടെ വെബ്സൈറ്റ്സ് ആണ്. ഈ വെബ്സൈറ്റ്സ് വഴി നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സ്കീമിൽ തന്നെ വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞു, ഈ ഡയറക്റ്റ് സ്കീമിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1% ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ 1% ബെനിഫിറ്റ് മാത്രമേ ഉള്ളല്ലോ എന്ന് കരുതി ഇതിനെ നോക്കാതിരിക്കരുത്. ഈ ഒരു സ്കീമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അതെന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതൊരു 10 lakh ലംസം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിട്ടേണിനെ പറ്റിയിട്ടാണ് ഈ ഫസ്റ്റ് പാര പറയുന്നത്. അപ്പോൾ അത് 40 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് സംതിങ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ താഴത്തെ ഈ ലൈനിലേക്ക് വരും. അപ്പൊ നമ്മളൊരു സ്ഥിര നിക്ഷേപം, അതായത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇതാണ് നോക്കുന്നതെങ്കിൽ സുകന്യ സമൃദ്ധി, PPF അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വളരെ RBI ബോണ്ട്സ് അതുപോലെ വളരെ സേഫ് ആയിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 40 ഇയേഴ്സ് കൊണ്ട് ഒരു 10 lakh 7% കിട്ടിക്കഴിഞ്ഞാൽ, ഈ 7% പോലും ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വെറും 1.49 crores മാത്രമാണ്. ഇതിന്റെ 1% നമുക്ക് കൂടുതൽ കിട്ടാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇതിനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഓൾമോസ്റ്റ് 50% കൂടുതലാണ്. 1% കൂടുന്നുള്ളൂ, 50% കൂടുതൽ ഇവിടെ നോക്കിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു 14.8%, 15.8% അടുത്താണ് കഴിഞ്ഞ 30 ഇയേഴ്സ് നമുക്ക് ഇക്വിറ്റി മാർക്കറ്റ് തന്നിരിക്കുന്നത്. അതിലൊരു 14.8% വെച്ചിട്ട് കിട്ടിയാൽ തന്നെ ഇത് 25 crores ആണ്. ഈ 1.49 crores അവിടെ കിടക്കുന്നു, 25 crores അവിടെ കിടക്കുന്നു. സോ ഇറ്റ് ഈസ് വർത്ത് ടേക്കിംഗ് ദ റിസ്ക്. ഇനി ഇത് ഡയറക്റ്റ് സ്കീമിലാണ് ഇദ്ദേഹം ഇട്ടിരുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് 15.8, ഓൾമോസ്റ്റ് 1% കൂടുതൽ എന്നുള്ളത് കോമ്പൗണ്ടിങ് ചെയ്ത് വരുമ്പോൾ 39 crores ആണ്. സോ ഓൾമോസ്റ്റ് 14 crores ഡിഫറൻസ് ഇവിടെ തന്നെയുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴും ഡയറക്റ്റ് സ്കീമിൽ എടുക്കുക. ഇനി ഒരു കാര്യം മുമ്പ് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ 14.8, 15.8 എല്ലാം ഒരു റെപ്രസെന്റേഷന് വേണ്ടി മാത്രമാണ്. ഇത്രയും റിട്ടേൺ ഒന്നും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഗ്യാരണ്ടീഡ് അല്ല. ഇതിൽ കൂടുതലോ കിട്ടാം. പക്ഷെ ഞാൻ ഇന്നത്തെ എന്റെ കാൽക്കുലേഷൻസിൽ ഒരു 12% എന്ന് പറഞ്ഞ ഒരു കൺസർവേറ്റീവ് ഫിഗർ ആണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒരു റെഗുലർ സ്കീം ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡയറക്റ്റ് സ്കീം. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്ലൈഡ് വെച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് 1% ഡിഫറൻസിൽ തന്നെ എത്ര അധികമാണ് ഒരു 40 ഇയേഴ്സിൽ നമുക്ക് റിട്ടേൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് 1% കൂടുതൽ നമുക്ക് അതിന് കൂടുതൽ കിട്ടാനായിട്ടുള്ള വിധത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ 15 crores ഡിഫറൻസ് ആണ് നടക്കുന്നത്. അപ്പൊ ഈ 1.49 and 39.3 ഇതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പോൾ റിസ്ക് എടുത്ത് പോകുന്നതിന്റെ എന്താണ് അതിന്റെ ഗുണം എന്നാണ് ഞാൻ ഇതിൽ പറയുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൽ മുമ്പ് പറഞ്ഞ പോലെ റൂൾസ് നമുക്കറിയാം, നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പവർ ഓഫ് കമ്പൗണ്ടിങ് നമ്മൾ 4th സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ശരി. എന്നിരുന്നാലും ഇതിൽ കുറെ ഫീച്ചേഴ്സിനെ നമുക്കറിയാം. കാരണം 1 lakh വരെ നമുക്ക് എക്സംഷൻ ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് 1 lakh വരെ വരുന്ന എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടൈമിന് വേണ്ടി വെക്കേണ്ടതാണ്. മ്യൂച്വൽ ഫണ്ട്സ് അതിന്റെ സെയിൽ നടത്തുമ്പോൾ മാത്രമാണ് ടാക്സബിൾ ആകുന്നുള്ളൂ. വേറെ നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റും എല്ലാവർക്കും സൈഡിൽ കൂടെ തന്നെ ഉണ്ടാകുമല്ലോ. അതിലുണ്ടാകുന്ന ലോസുകൾ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് കോർപ്പസിൽ നിന്ന് നമ്മളെടുത്ത് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിനെ എങ്ങനെ ഒരു ഇതിലേക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ഇത് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ആൻസർ അറിയുമെന്ന് നോക്കട്ടെ. നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് എത്ര കാലത്തേക്കാണ് ഹോൾഡ് ചെയ്യേണ്ടത്? അതെ, അതായത് മ്യൂച്വൽ ഫണ്ട്സ് ഷുഡ് ബി ഹോൾഡ് ഫോർ എവർ എന്നുള്ളതാണ്. അപ്പൊ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നുള്ള ടാക്സ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സിന്റെ സെയിൽ നടത്തുമ്പോൾ മാത്രമേ ടാക്സിന്റെ ഒരു കാര്യം വരുന്നുള്ളൂ. സോ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ഒരിക്കലും സെല് ചെയ്യാതിരിക്കുക. ഇതാണ് ഫസ്റ്റ് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഇത് എന്തെങ്കിലും ചെയ്യുക. ഇന്നലെ സുജ ഒരു കോട്ട് ഇട്ടിരുന്നു, വാറൻ ബഫറ്റിന്റെ ഒരു കോട്ടാണ്. അതായത് നമ്മൾ ഇന്ന് തണലത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആരോ പണ്ടെങ്ങോ ഒരു മരം നട്ടത് കൊണ്ടാണ്. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണത്. പറയുന്ന പോലെ നമ്മളായിരിക്കണം ആ മരം നടേണ്ട ആൾക്കാർ. അപ്പൊ ഇത് ഫ്യൂച്ചറിൽ നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെ ഒരു ചെറിയ എമൗണ്ട് എങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
ഓവർ ദ ഇയേഴ്സ് ഇത് വലിയ ഒരു കോർപ്പസ് ആയിട്ട് മാറാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫോർ എവർ എന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ ഒരു ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് ഒരു 100 വർഷം എന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 10 lakhs നമ്മൾ ലംസം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ മിക്ക എക്സാമ്പിൾസിലും ഒരു 10 lakhs ലംസം ഇൻവെസ്റ്റ്മെന്റ് പറ്റിയാണ് പറയുക. കാരണം നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാതിരിക്കാൻ പലതും മാറിയിട്ട്. മാത്രമല്ല ഒരു SIP ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി കൺസീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 10 lakh വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ഇതിലാണ് നമ്മളുടെ സൗകര്യവും റിസ്ക്കും ആസ്തിയും അനുസരിച്ച് നമുക്കിത് മാറ്റം വരുത്താം. ഒരു 10 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 വർഷത്തേക്കുള്ള 12% കോമ്പൗണ്ടിങ്ങിൽ ഇത് കൂടുകയാണെങ്കിൽ 100 years കഴിഞ്ഞാൽ ഈ ഇത് കോർപ്പസ് ആകാൻ പോകുന്ന എമൗണ്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് 8,300 crores ആണ്. 8,300 crores. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം 8,300 crores 100 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് കൊള്ളാം, നമുക്കൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവാം. പക്ഷെ അല്ല, ആ 8,300 crores-നെ ഇന്നത്തെ വാല്യൂലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷൻ വെച്ചിട്ടാണ് 7% ഇൻഫ്ലേഷന്റെ വെച്ചിട്ടാണ് കൂടുന്നതെങ്കിൽ ഇന്നത്തെ വാല്യൂ 9 crores ആണ്. 9 crores. സോ 9 crores ഇന്നത്തെ വാല്യൂലുള്ള എമൗണ്ട് ആണ് അന്ന് ഉള്ള 8,300 crores. അതായത് നിങ്ങളിപ്പോ ഒരു 100 വർഷം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊരു പുതിയ ഫാമിലി, നമുക്ക് മക്കളൊക്കെ ഉണ്ടായി ഒരു പുതിയ ഫാമിലി, പുതിയ വീട് അതിലേക്ക് വരുന്നത് ഏകദേശം ഒരു 33 years എടുക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് 3 ജനറേഷൻ മാത്രമേ മാറിയിട്ടുണ്ടാവുള്ളൂ. ഈ 3 ജനറേഷൻ മാറുമ്പോൾ തന്നെ നമ്മളിപ്പോ ഒരാളാണെങ്കിൽ ഏകദേശം 2 മക്കൾ എന്നുള്ള ലെവലിൽ കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 പേരാണ് ആ സമയത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ 9 crores എന്ന് പറഞ്ഞ ഇന്നത്തെ വാല്യൂ എത്രയാണെന്ന് നോക്കൂ. ഒരു ശോഭ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാനുള്ള വാല്യൂ ആണ്. ഒരു ശോഭ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാൻ 1 കോടി മതി. അത് ലൈഫ് ലോങ് മെയിൻ്റനൻസ് പെയ്ഡ് ഫുള്ളി ഫർണിഷ്ഡ് ശോഭ അപ്പാർട്ട്മെന്റിന് 1 കോടി വിലയുള്ളൂ. അപ്പൊ 9 ശോഭ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാനുള്ള വില അന്നത്തെ വിലക്ക്, അന്ന് എത്ര വിലയുണ്ടോ ടെക്നിക്കലി സ്പീക്കിംഗ്, അതിന്റെ ഇൻഫ്ലേഷൻ കൂടുന്നതിന്റെ ഇത് വെച്ചിട്ട് 9 ശോഭ അപ്പാർട്ട്മെന്റ്സ് വാങ്ങിക്കാനുള്ള കാശാണ് നമ്മൾ ഇന്ന് ഉള്ള 10 lakh ഇൻവെസ്റ്റ്മെന്റിലൂടെ കിട്ടുന്നത്. ഇപ്പൊ ഈ ജനറേഷൻസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഈ മ്യൂച്വൽ ഫണ്ട്, ഈ മ്യൂച്വൽ ഫണ്ട് തകരാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആക്സിസ് കമ്പനി ആസച്ച് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവര് തകർച്ച നേരിട്ട് കഴിഞ്ഞാൽ, അവര് ബാങ്ക്രപ്സി നേരിട്ട് കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട്സിന് എന്ത് സംഭവിക്കും? ഞാൻ അതിനെപ്പറ്റി ഞങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത അതിനെപ്പറ്റി നമ്മൾ മുൻ സെഷൻസിൽ പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ബ്രീഫ്ലി ഇതിന്റെ എൻഡിൽ ഞാൻ പറയാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു കാര്യമാണ് ഇത് പറയുന്നത്. 10 lakh ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ 100 years കഴിഞ്ഞ് 12% കോമ്പൗണ്ടിങ്. ഇതൊരു വളരെ കൺസർവേറ്റീവ് ഫിഗർ ആണ്. ലാസ്റ്റ് 30 years നോക്കി ഇതിലും കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഈ ഒരു ഫിഗർ ഇടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 8,300 crores. ഇത് ഇന്നത്തെ വാല്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ 7% ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് 9 crores വാല്യൂ ഉണ്ട് ഇന്നത്തെ വാല്യൂഡ് തന്നെ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് സംതിങ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. നമ്മൾ മരം നടാം എന്ന് പറയില്ലേ, ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇതൊരു ഈസ് ഓഫ് കാൽക്കുലേഷനിലുള്ള ഓർഡറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ പ്രോബബിലിറ്റി കൂടുതലാണ്. അതാണ് ഞാൻ മുമ്പത്തെ സെഷനിൽ പറഞ്ഞത്. ഈ 12% റിട്ടേണിൽ നമുക്കൊരു റിട്ടേൺ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി ഇസ് വെരി ഹൈ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ഫ്യൂച്ചറിലുള്ള ജനറേഷൻസിന് അവർക്ക് ഇത് ചിലപ്പോൾ ഒരു 50 വർഷം 60 വർഷം കഴിഞ്ഞ് ഇത് വിൽക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നിരിക്കില്ല. പക്ഷെ സെക്യൂർ ഫീലിംഗ് ദാറ്റ് സംതിങ് ഈസ് ദർ ആസ് എ ബാക്കപ്പ് അവിടെ ഉണ്ട്. ബട്ട് വി ആർ നോട്ട് ഗോയിങ് ടു സെൽ. അങ്ങനെ മ്യൂച്വൽ ഫണ്ട് തന്നെ ലെറ്റ് us ബി ദ റീസൺ ഫോർ ദാറ്റ്. ഈ 8,300 എന്ന് പറയുന്ന ഒരു കോർപ്പസ് ആണ് അതിന്റെ തണൽ. അപ്പൊ ഇതാണ് ആ മരം. ആ മരമാണ് ഞാൻ നടാൻ പറയുന്നത്, ഈ 10 lakh എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ ഒരു സ്ട്രാറ്റജി. രണ്ടാമത്തെ സ്ട്രാറ്റജി ജസ്റ്റ് ലുക്ക് ഫോർ യുവർ റിട്ടയർമെന്റ്. ഇപ്പൊ നിങ്ങൾ ഒരു റിട്ടയർമെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നു, 10 lakh തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു 30 years 25 yearsൽ ജോലിയുള്ള ഒരാൾ 10 lakh ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ട്, 10 lakh എങ്ങനെ ജോലിക്ക് ജസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടും എന്നുള്ളത്. അത് അവരുടെ പാരന്റ്സ് ഹെൽപ്പ് ചെയ്തിട്ടോ അങ്ങനെയുള്ള ഒരു ഇതിൽ ഒരു 30 yearsലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ് 12% ദിസ് ഇസ് ഗോയിങ് ടു ഗിവ് യു 3 crores at 12%. Again, I am repeating, these are not guaranteed, but there is a high probability. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് എടുക്കേണ്ടത്. ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ദർ ഇസ് നോ ഗ്യാരണ്ടി, ബട്ട് നമുക്കറിയാം. പക്ഷെ അതിന്റെ ആ ഒരു പ്രോബബിലിറ്റി ഇസ് വെരി 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 ലോ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു മ്യൂച്വൽ ഫണ്ട് സക്സസ്ഫുൾ ആവാനുള്ള പ്രോബബിലിറ്റി ഇസ് വെരി വെരി ഹൈ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അപ്പോൾ ഈ 3 crores എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസന്റ് വാല്യൂ ഇറ്റ് ഇസ് അറൌണ്ട് 3 lakhs. So 40 lakhs is not bad. I am not telling that 40 lakhs ഇന്നത്തെ വാല്യൂ
നമുക്ക് ഒരു 55 ഇയേഴ്സ് കഴിഞ്ഞ് 30 ഇയേഴ്സ് കഴിഞ്ഞ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് വളരെ ലക്ഷൂറിയസ് ലൈഫിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നോർമൽ മിനിമലിസ്റ്റിക് ലൈഫ് ഒരു 2 പേർക്ക് താമസിക്കാനൊരു വീടുണ്ടെങ്കിൽ ഈ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ ഈ 40 lakhs തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ 4 lakhs ആണ്. ഒരു 4 lakhs എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒരാൾക്കും അയാളുടെ വൈഫിനും ജീവിക്കാൻ പറ്റില്ലേ മിനിമലിസ്റ്റിക് ലൈഫ്? യെസ്. ഇത് തന്നെ ഒരാൾ ഒരു SIP ഇടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ELSSന് വേണ്ടി SIP 1,50,000 ഇടുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഓവർ 30 years at 12% ഇറ്റ് ഗീവ്സ് 3.6 crores. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ നെയിം ഓഫ് എ മൈനർ ചൈൽഡ്. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടു, നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടി കണ്ടു. ഇനി മൈനർ ചൈൽഡിന്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ട്. അതിന്റെ ചില കാര്യങ്ങൾ കാണാം. കുറച്ചും കൂടി ടാക്സ് എഫിഷ്യന്റ് ആക്കാനായിട്ട് ഇടുന്ന 10 lakh ലംസം എമൗണ്ട് വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ നെയിം ഓഫ് ദ ചൈൽഡ്. ഓക്കെ, ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. അതായത് ഒരു ചൈൽഡിന്റെ പേരിൽ ഇടുന്നതും ചൈൽഡിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഏജ് കാണിച്ചിരിക്കുന്നത് ഫാദറിന്റെ ഏജ് ആണ്. ഇപ്പൊ ഒരു സംബഡി 25 എന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് 25 ഉള്ള ആൾക്ക് മാത്രമാണ്. ഇപ്പൊ ഒരാൾക്ക് 45 ആണെങ്കിൽ അയ്യോ ഞാൻ മിസ് ചെയ്തിട്ടൊന്നുമില്ല, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പൊ 25 ഉള്ള ഒരാള് തന്റെ ഇപ്പോൾ പിറന്ന ഒരു മകൾക്ക് വേണ്ടി 10 lakh ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിന് മാത്രം അതിന്റെ ഒരു ബേസിക് ഫീച്ചറാണ് മ്യൂച്വൽ ഫണ്ട്സ് ക്യാൻ ബി ടേക്കൺ ഇൻ ദ നെയിം ഓഫ് എ ബേബി. ഒരു ബേബിക്ക് നെയിം ആയി കഴിഞ്ഞാൽ ആ ഡേറ്റ് ഓഫ് ബർത്തും നെയിമും വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ പറ്റും. അതിന് ആധാർ കാർഡോ പാൻ കാർഡോ ബാങ്ക് അക്കൗണ്ടോ ഒന്നും ആവശ്യമില്ല. ഇത് ഷെയർ ആൻഡ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് ഇത് ബാധകമല്ല. കാരണം 18 വയസ്സാവാതെ ഒരാൾക്ക് പുതിയൊരു സ്റ്റോക്ക് വാങ്ങിക്കാനോ വെക്കാനോ സാധ്യമല്ല. അപ്പോൾ ഈ 10 lakh ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 12% CAGR ഗ്രോ ചെയ്യുന്നത് എന്നുള്ള അസംഷൻ എടുക്കുകയാണെങ്കിൽ വിചാരിക്കുന്നത് 1 lakhന്റെ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പൊ ഞാനൊരു 5 കൊല്ലത്തേക്ക് ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ആയിട്ട് വെക്കുകയാണ്. ഈ ഒരു കോർപ്പസ് ഒന്ന് വളരാൻ വേണ്ടിയിട്ട് 5 വർഷത്തേക്ക് വരുന്നു. നൗ യുവർ ബേബി ഈസ് 5 years. സോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്നു. അപ്പോൾ ഇത് 1 lakh സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടി 1 lakh വി ആർ വിഡ്രോയിങ് അപ് ടു 18 years. ദാറ്റ് മീൻസ് 12 years വി ആർ ടേക്കിംഗ് 1 lakh. നൗ ഈ ഇവിടെ 18 years വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതുവരെ ഇത് ആക്ച്വലി ഇറ്റ് ഈസ് അണ്ടർ യുവർ ഗാർഡിയൻഷിപ്പ്. നമുക്ക് ഒരു കുട്ടിയുടെ പേരിൽ എടുക്കുമ്പോൾ ഒരു ഗാർഡിയൻഷിപ്പിലാണ് എടുക്കാൻ പറ്റുള്ളൂ. ആ ഗാർഡിയന് പാൻ കാർഡ് ഉണ്ടായിരിക്കണം, അദ്ദേഹം KYC കംപ്ലയൻസ് ആയിരിക്കണം, അതെല്ലാം നമുക്കറിയാം. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഫാദറിന്റെ പേര് അമിതാഭ് എന്നും മകന്റെ പേര് അഭിഷേക് എന്നും വയ്ക്കാം. അപ്പൊ ഇതെല്ലാം അമിതാഭാണ് ഈ എമൗണ്ട് എല്ലാം ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ എത്ര ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം എടുക്കുമ്പോഴും ഇതിന്റെ ടാക്സ് ലിബിലിറ്റി, ഇപ്പൊ നമ്മൾ 10 ലക്ഷം ഇട്ടു, അടുത്ത വർഷം തന്നെ എന്തോ ഒരു എമർജൻസിക്ക് വേണ്ടി ഇത് ഫുള്ള് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടാക്സ് ലിബിലിറ്റി ഇസ് കമ്മിങ് ഓൺ അമിതാഭ്. ഓക്കെ, നൗ ഈ 18 year ആകുമ്പോൾ ഈ മകനാണ്. അപ്പൊ അഭിഷേകിന് 18 years ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മ്യൂച്വൽ ഫണ്ട്സ് ആക്ച്വലി ബിക്കംസ് ദ പ്രോപ്പർട്ടി ഓഫ് അഭിഷേക്. സോ ദ ടാക്സ് ലിബിലിറ്റി ആൻഡ് എവറിത്തിങ് ഫ്രം അമിതാഭ് ഹാസ് ട്രാൻസ്ഫേർഡ് ടു അഭിഷേക്. ഫ്രം ദെൻ ഓൺ അഭിഷേക് ആണ് ഇതിന്റെ ഫുൾ റൈറ്റ്ഫുൾ ഓണർ. 18 years മുതൽ 24 years വരെ ടൈമിൽ ദർ വോണ്ട് ബി എനി അതർ സാലറി ഇൻകം. അപ്പൊ ആ സമയത്ത് നോക്കി മാക്സിമം ഇതിനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഈ വിഡ്രോവൽ ഈ 10 lakh ആണ് ഫ്രം 18 years for 4 years ഐ ഹാവ് ജസ്റ്റ് കട്ട്. അപ്പൊ ഇതൊരു 4 year ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ 10 lakh വെച്ച് 40 lakhs യു ക്യാൻ വിഡ്രോ ഫ്രം ദിസ് എമൗണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആയിരിക്കും. സി ആക്ച്വലി ദ ടാക്സ് ലിമിറ്റ് എന്നുള്ളത് ഏകദേശം 2.5-3 ലക്ഷം രൂപയാണ്. 3-3.5 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ഒരു ടാക്സബിൾ ലിമിറ്റ് ആയിട്ട് വെക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഇത് ഒരു 7% ഇൻഫ്ലേഷനിൽ എല്ലാ കൊല്ലം കൂട്ടിക്കൊണ്ടു പോകാനാണ് സാധ്യത. കാരണം ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഇത് 50,000 ആയിരുന്നു, അതാണ് ഇപ്പോൾ 3.5 lakh ആയി. ദാറ്റ് ടൈം ഇറ്റ് ക്യാൻ ബിക്കം 10 lakhs. സോ 10 lakhs നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ സി ആൻഡ് ഫൈനലി ഈവൻ ആഫ്റ്റർ വിഡ്രോയിങ് ദിസ് എമൗണ്ട് ഹി ഹാസ് അറൌണ്ട് 10 lakh ബാലൻസ് ഓൾസോ ആഫ്റ്റർ ദിസ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഏകദേശം മുഴുവൻ വിദ്യാഭ്യാസവും, പക്ഷെ ഒരു ഫോറിൻ വിദ്യാഭ്യാസത്തിനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ 18 years തികയുന്ന സമയമാണ്. അതായത് ഇത് ഫാദറിന്റെ ഏജ് ആണ് 41. ഈ 18 years തികയുന്ന സമയത്ത് അഭിഷേക്സ് പിന്നെ എല്ലാ വർഷവും ഈ 10 lakh ആൻഡ് ദെൻ ഫൈനലി ദെൻ ഇഫ് ഹി ഈസ് ഹാവിംഗ് അതർ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ബിക്കംസ് സീറോ ആൻഡ് ഗോസ് ഓഫ്. സോ ഒരാളുടെ എഡ്യൂക്കേഷൻ ഇത്ര വലിയ എഡ്യൂക്കേഷൻ പ്രൈസ് എല്ലാം കൂടുന്ന ടൈമിൽ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്താൽ ഇറ്റ് സംവാട്ട് കവേഴ്സ് ആൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് മോർ ദാൻ സഫിഷ്യന്റ്. ഇതാണ് ഒരു വേ ഓഫ് ഡൂയിങ്. ഇപ്പോൾ നമ്മൾ ഒരാൾ ചോദിക്കാം ഈ 1 lakh എന്നുള്ളത് ഇങ്ങനെ ഇൻഫ്ലേഷൻ വെച്ച് കൂടില്ലേ എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ അടുത്തതിൽ കാണുന്നത്. ടാക്സ് ബെനിഫിറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ടാക്സ് ബെനിഫിറ്റ് 18 years കഴിയുമ്പോൾ റിഡീം ചെയ്യണം. അത് ഞാൻ പറയാം.
അപ്പോൾ ഈ 18 ഇയേഴ്സ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ വലിയൊരു എമൗണ്ട് എന്തിനാണ് വിഡ്രോ ചെയ്യുന്നത്? കാരണം അദ്ദേഹത്തിന് ടാക്സ് വരുന്നില്ല. കാരണം അത് ടാക്സബിൾ ലിമിറ്റ് ബൈ ദാറ്റ് ടൈം 20 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ 10 lakhs വരെ ഉള്ള ആളുകൾക്ക് ടാക്സ് ഇല്ല എന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ 3.5 lakh പോലെ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 10 lakhs ഫണ്ട്സും ഇൻവെസ്റ്റ് ചെയ്താൽ അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇൻകം എങ്കിൽ, അഭിഷേകിന്റെ ഇൻകം അതാണെങ്കിൽ അദ്ദേഹത്തിന് ടാക്സബിലിറ്റി വരുന്നേ ഇല്ല. അദ്ദേഹത്തിന് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ. എഡ്യൂക്കേഷൻ ആവശ്യം വരുന്ന സമയത്താണ് ഇത് വിഡ്രോ ചെയ്യുന്നത്, ടാക്സും വരുന്നില്ല. അമിതാഭിന് ഇദ്ദേഹത്തിനെ പറ്റി ഒന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഇതിൽ ഇദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നടത്തി കഴിഞ്ഞു. ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ സ്ലൈഡാണ്. ഇതിന് ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ 12 lakh ഇൻവെസ്റ്റ്മെന്റ്സ്. കാരണം ഇതിൽ ഒരു ഇൻഫ്ലേഷൻ വെക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ഇത് വരുന്നതുകൊണ്ട് 12 lakh 12% തന്നെ. ആൻഡ് പ്രൈമറി എഡ്യൂക്കേഷന് 1 lakh സ്റ്റാർട്ട് ചെയ്യുന്നു, അത് 12 lakh. ആൻഡ് ദെൻ ഐ എം ജസ്റ്റ് പുട്ടിംഗ് ആൻ ഇൻഫ്ലേഷൻ ഓൾസോ ഇൻ ടു ദിസ് വിഡ്രോവൽ എമൗണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ 1 lakh ആണെങ്കിൽ പിന്നത്തെ വർഷം 1,07,000, 1,14,000 ഇങ്ങനെ എടുക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാ വർഷവും എടുക്കുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12 lakh 7% ഇൻക്രിമെന്റിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു SIP ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിലാണ്. ഒരു SIP ഞാൻ വളരെ ചെറിയൊരു SIP വെച്ചിട്ടുള്ളൂ. അപ്പം അത്ര അധികം അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ടുള്ള 6,000 പെർ മന്തിന്റെ ഒരു SIP അമിതാഭ് നടത്തുകയാണെങ്കിൽ 12% CAGR 10 lakh എടുക്കുന്നു. അപ്പൊ പ്രൈമറി എഡ്യൂക്കേഷന് ഇതിൽ നിന്നല്ല, അത് അദ്ദേഹത്തിന്റെ സാലറി തന്നെ അന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ 0 എന്നാണ് വെച്ചിരിക്കുന്നത്. ദെൻ അഗെയിൻ അറ്റ് ദ എൻഡ് ഓഫ് 12-13 ഇയേഴ്സിൽ 18 ഇയേഴ്സ് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയും വിഡ്രോ ചെയ്യാം. ഈ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് ഒന്നും ടാക്സ് വരുന്നില്ല. മുൻ സ്ലൈഡുകളിൽ ഈ 1 lakh വിഡ്രോ ചെയ്യുമ്പോൾ ടാക്സ് വരുന്നില്ല. എന്താ കാരണം? 1 lakh വിഡ്രോവൽ ഫ്രം LTCG ഗെയിൻസ് എവറി ഇയർ ഇസ് ടാക്സ് ഫ്രീ. നമുക്കറിയാം നമ്മൾ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ്. ആൻഡ് അഗെയിൻ മുൻ സ്ലൈഡുകളിൽ ഇവിടെ വന്നിരുന്ന 1 lakh or 1.7 വന്നിരുന്നതെല്ലാം അത് അമിതാഭിന്റെ പേരിലാണ് അത് പോകുന്നത്. ഈ ഇതോടുകൂടി ഈ എമൗണ്ട് ഗോസ് ടു ദ കോർപ്പസ്, ഗോസ് ടു ഹിസ് സൺ ഫുള്ളി. അതിനുശേഷം അദ്ദേഹം ആ എഡ്യൂക്കേഷന് വേണ്ടി ഇതെടുക്കുന്നു. അപ്പോൾ ഒരു 6,000 എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഇട്ടാൽ പോലും ഒരു 18 ഇയേഴ്സിൽ നമുക്ക് 40 lakhs ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ലൈക്ക് 12,24,000 ആണ് ടോട്ടൽ ഔട്ട് ഗോ. ഒരു 40 lakh നമുക്ക് ബെനിഫിറ്റ് അതിൽ കിട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പൊ കണ്ടു മ്യൂച്വൽ ഫണ്ട്സ് ആർ ഫോർ റിയൽ ലോങ് ടേം. ഇതിനെ പാസ് ഓൺ ടു നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കണ്ടു. റിട്ടയർമെന്റിന് വേണ്ടി ഇത് വെക്കാം എന്ന് കണ്ടു. എഡ്യൂക്കേഷന് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞു. മാരേജ് ഓഫ് ചിൽഡ്രൻ ഇതുപോലെ ഇത് വെക്കാം. അപ്പൊ ഒരു കുട്ടിയെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഒരു മദറിന്റെ പേരിലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് ഇത് വെക്കാം. അപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത് ഒരുമാതിരി മാക്സിമം എമൗണ്ട് ആണ് 10 lakh എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 lakhs വരെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം 1 lakh മാത്രമേ നമുക്കൊരു വിഡ്രോവൽ ചെയ്യാൻ പറ്റുള്ളൂ. 2 കുട്ടികളാണെങ്കിൽ ഫാദർ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ, മദറിന്റെ പേരിൽ വേറെ കുട്ടീനെ ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഇനി സ്ട്രാറ്റജീസ് കണ്ടു. അപ്പൊ ഇതൊക്കെയാണ് സ്ട്രാറ്റജീസ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ സ്ട്രാറ്റജീസും ഈ റൂൾസും ഈ ഒരു ഫാക്ട്സ് ഓഫ് ലൈഫും വെച്ചിട്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജീസ്. ഇതൊന്നും നിങ്ങൾ പോയി ഇന്റർനെറ്റിൽ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. സ്ട്രാറ്റജി ബിൽഡിംഗ് ആണ് ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് ആർ ഫോർ റിയൽ ലോങ് ടേം. അത് സെൽ ചെയ്യുമ്പോൾ മാത്രമാണ് ടാക്സ് ആവുന്നുള്ളൂ. അപ്പൊ ടാക്സ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് സെല്ല് ചെയ്യരുത്. മ്യൂച്വൽ ഫണ്ട്സ് കുട്ടികളുടെ പേരിൽ എടുക്കാം, അൺലൈക്ക് ഷെയർസ്. അതായത് ഇപ്പൊ നമ്മൾ ഷെയർ ട്രേഡിംഗ് നടത്തുന്ന മുന്നുണ്ടെങ്കിൽ കുട്ടി അഭിഷേക് ഹാസ് ടു ബിക്കം 18. കാരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയത്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് യൂണിറ്റ്സ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് അൺലെസ് ബൈ ഡെത്ത്. ഓൾറെഡി എൻ്റെ ഒരു കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതെന്റെ മകൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മകന് കൊടുക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്താ കാരണം? മ്യൂച്വൽ ഫണ്ട്സിനെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഷെയർസിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഷെയറിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഫോർ ക്ലയൻസ് എടുത്ത് അതിനെ ഫില്ല് ചെയ്ത് ചെക്ക് ലീഫ് പോലെ പേ 100 റിലയൻസ് ഇൻഡസ്ട്രീസ് ഷെയർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾവേസ് ട്രാൻസ്ഫർ ടു എനി വൺ. വേറെ റിലേറ്റീവ്സ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ. ബട്ട് ദെൻ അടുത്ത ജനറേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ദെൻ മ്യൂച്വൽ ഫണ്ട്സ് യു നീഡ് ടു പ്ലാൻ അഹെഡ്. ഇതിന് മുമ്പേ തീരുമാനിച്ച് എടുക്കുമ്പോൾ അപ്പോൾ തന്നെ ചെയ്യുക. കാരണം ഒരു മരണത്താൽ മാത്രമേ അത് അടുത്ത തലമുറയിലേക്ക് മാറുകയുള്ളൂ. പിന്നത്തെ ഒരു മെയിൻ കാര്യം, ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്, നമ്മളൊരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് മാത്രമേ ഉള്ളൂ ഒരാൾക്കെന്നുണ്ടെങ്കിൽ, അതായത് 20 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്, പക്ഷെ അയാൾക്ക് വേറെ സാലറിയോ ഇൻകോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ടാക്സും കൊടുക്കണില്ല, 10% കൊടുക്കേണ്ടതില്ല. ഈ ഒരു 18 ഇയേഴ്സ് മുതലുള്ള അഭിഷേകിന്റെ വിഡ്രോവലിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെറ്റിംഗ് ഓഫ് യുവർ ലോസസ് ഫ്രം ഡയറക്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സ്. നമുക്ക് എല്ലാവർക്കും സൈഡിൽ തന്നെ കുറച്ച് സ്റ്റോക്സും ഉണ്ടാവും, അതിൽ കുറച്ച് ലോസസും ഉണ്ടാവും, അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ലോസ് വരുന്ന സമയത്ത് നമുക്കൊരു കോർപ്പസ് ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ കോർപ്പസ്, ഇപ്പൊ നമുക്ക് 3 lakhs ലോസ് ഉണ്ടായി,
4 lakhs മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്ത് നമ്മൾ ഇതിനോട് ചേർക്കുകയാണെങ്കിൽ 3 lakhs സെറ്റ് ഓഫ് 1 lakh വിഡ്രോവൽ ഈസ് ടാക്സ് ഫ്രീ. മണി അറൌണ്ട് യു, മണി വാട്ട് യു ആർ ഡീലിംഗ് വിത്ത് വിൽ ബി ഓൾവേസ് സെയിം. അങ്ങനെ ആക്കാൻ പറ്റും. അതിന് നമുക്ക് ഓൾറെഡി കോർപ്പസ് ഉണ്ടാവണം, മുമ്പ് തന്നെ ആരെങ്കിലും മരം നടണം. അതുപോലെ തന്നെ അത് ബേർഡ്ലി ഫാക്ട് ആണ് എക്സ്പെൻസസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എവറിത്തിങ് ഇസ് ഗോയിങ് അപ്പ് എന്നുള്ളത്. അപ്പൊ ഇതുപോലെ പലതും നമുക്കൊരു ഫിനാൻഷ്യൽ സ്ട്രെസ് തരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഹയർ എഡ്യൂക്കേഷനൊക്കെ എത്ര എക്സ്പെൻസ് വേണ്ടി വരും, മാരേജിന് എത്ര എക്സ്പെൻസ് ആവും, അങ്ങനെയൊക്കെ ഒരു ആ സ്ട്രെസ് നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇഫ് ഇറ്റ് ഈസ് സക്സസ്ഫുള്ളി റണ്ണിങ്, ഞാൻ 100% സക്സസ്ഫുൾ ആവും ആദ്യത്തെ 5 years ഒന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ദെൻ ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ലോങ് ടേം ബിഗ് പ്രോബബിലിറ്റി ദാറ്റ് അത് സക്സസ് ആവുന്നുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ സ്ട്രെസ്സുകൾ പലതും ഇതിലുള്ള ഡോക്ടർമാർക്ക് അറിയാം, പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ ആൾക്കുണ്ട്. പക്ഷെ നമുക്കൊരു ഫിനാൻസ് ബാക്കിങ് അതിനുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മെയിൻ സാധനങ്ങളെല്ലാം ഇപ്പൊ ദർ ആർ സം തിങ്സ് മണി കാൺ ബൈ, ബാക്കി എല്ലാത്തിനും മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഗിഫ്റ്റ്സ് ടു ക്ലോസ് റിലേറ്റീവ്സ് ഇസ് ടാക്സ് ഫ്രീ. അതായത് ഗിഫ്റ്റ് ടാക്സിന്റെ കാര്യം, ഇൻഹെറിറ്റൻസ് ടാക്സ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഫ്യൂച്ചർ. അപ്പൊ ഗിഫ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് നമ്മൾ ക്ലോസ് റിലേറ്റീവ്സിന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. ക്ലോസ് റിലേറ്റീവ്സ്, അതായത് മകൾക്ക് അല്ലെങ്കിൽ ഫാദറിന്, ബ്രദറിനിലോ, ഫാദറിനിലോ, മദറിനിലോ, ഇവർക്കെല്ലാം കാശോ എന്തെങ്കിലും കൈമാറ്റം ചെയ്യുമ്പോൾ അതിന് ടാക്സിബിലിറ്റി ഇല്ല. അതാണ് ഗിഫ്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലോസ് റിലേറ്റീവ്സ് എന്നുള്ള പെടാത്ത ഉള്ളവർക്ക് ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഗിവിംഗ് ദ എമൗണ്ട് ഹാസ് ടു പേ ദ ടാക്സ്. അടുത്ത കാര്യം, ഗവൺമെന്റ് ആണെങ്കിൽ പല വിധത്തിലും എങ്ങനെ ടാക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പല ക്രൈസിസും, ഇപ്പൊ നടക്കുന്ന ക്രൈസിസ് എല്ലാം കാരണം കൊണ്ട് മേ ബി ഫ്യൂച്ചറിൽ പല കാര്യത്തിലുള്ള ടാക്സസ് എല്ലാം വരാം. അതിലൊരു മെയിൻ ടാക്സ് ആണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ് ടാക്സ്? നമ്മുടെ ഫോർ ഫാദേഴ്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉടനെ നമ്മളൊരു ടാക്സ് കൊടുക്കണം. പല കൺട്രീസും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദർ ഈസ് നോ അതർ വേ. ഇപ്പൊ എല്ലാ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ എവറിത്തിങ് ഇസ് ഹാപ്പനിങ് അറ്റ് ദ റൈറ്റ്, ഫുൾ എമൗണ്ട് ആണ്, എല്ലാം പാൻ കാർഡ് ക്യാപ്ചേർഡ് ആണ്. 1 crore ഒരു പ്രോപ്പർട്ടി ഇഫ് ഇറ്റ് ഈസ് ജസ്റ്റ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ്, ഇഫ് ദ ഇൻഹെറിറ്റൻസ് ടാക്സ് 20% ആണെങ്കിൽ യു നീഡ് ടു പേ 20 lakhs ടാക്സ് സ്ട്രേറ്റ് അവേ. അതിലൊരു ക്വസ്റ്റ്യൻ ഇല്ല. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ടേക്കൺ ഇൻ ദ നെയിം ഓഫ് ചൈൽഡ് എന്നുള്ളതിന് വളരെ ഒരു പ്രസക്തിയേറുന്നത്. എന്താണ് അതിന്റെ കാരണം? ഈ റൂൾ വരികയാണെങ്കിൽ 100% എനിക്ക് പറയാൻ സാധിക്കില്ല, 99% there is a chance അവര് it will be lapse. Like, okay, whoever has transferred already, let them continue that way. So it is already we have transferred the asset to our child's name. അങ്ങനെയുള്ളവർക്ക് അതിന്റെ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽ വരുന്നില്ല. ഇനി കൊടുക്കാനുള്ളത് മാത്രമേ വരികയുള്ളൂ. പക്ഷെ ഇൻഹെറിറ്റൻസ് ടാക്സോ ഇതോ വരികയാണെങ്കിൽ ഡിമോണിറ്റൈസേഷൻ പോലെ ഇന്ന് പറഞ്ഞ് നാളെ മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണ പോലെ ആയിരിക്കും ഇതുപോലെ വരിക. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ ഒരു വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിലും ഇതിന് വളരെ വലിയൊരു പ്രസക്തി ഉണ്ട്. ഷുഡ് ട്രൈ ടേക്കിംഗ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ചൈൽഡ് എന്നുള്ള ഒരു വേണമെങ്കിൽ സീനിയർ സിറ്റിസൺസ് കൂടി ഉണ്ടാവാം അറ്റൻഡ് ചെയ്യണവര്. അപ്പൊ അവര് വിചാരിക്കാൻ ഇത് എനിക്ക് മുമ്പേ പറഞ്ഞു തരണമായിരുന്നു. ആക്ച്വലി ഐ ആം ഓൾറെഡി എ ഗ്രാൻഡ് ഫാദർ. ഇപ്പൊ എന്റെ മകന് ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായി, ഞാൻ അത്ര പ്രായത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇനി എങ്ങനെ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ദർ ക്യാൻ ബി എ ക്വസ്റ്റ്യൻ. പക്ഷെ അവരോട് പറയാനുള്ളത്, യു ക്യാൻ സ്റ്റാർട്ട് ആൻ SIP ഇൻ ദ നെയിം ഓഫ് കുട്ടിയുടെ പേരിൽ ഒരു SIP ഇപ്പൊ തുടങ്ങാമല്ലോ. ആസ് എ ഗ്രാൻഡ് മദർ ഒരു ഗ്രാൻഡ് ഫാദർ, ഒരു ഗ്രാൻഡ് മദർ ഒരു കുട്ടിയുടെ പേരിൽ ഒരു SIP തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സപ്പോസ് എ ബേബി ഈസ് ബോൺ ആൻഡ് ഈസ് ജസ്റ്റ് 1 year old, ആൻഡ് ദെൻ ഒരു ഗ്രാൻഡ് മദർ ഒരു SIP തുടങ്ങിയാണ് ആ കുട്ടിയുടെ പേരിൽ, അല്ലെങ്കിൽ ഓക്കെ സ്മോൾ SIP. മോസ്റ്റ് ഓഫ് ദ തിങ്സിൽ അതിന് വളരെയധികം കാലം അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വരേണ്ട ആവശ്യം വരില്ല. അവരുടെ മക്കൾ അപ്പൊ തന്നെ ഓക്കെ അമ്മ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരുടെ മക്കൾ അത് കണ്ടിന്യൂ ചെയ്യുമായിരിക്കാം. And then let's assume that it becomes a big corpus over 18 years, 20 years, and then okay, grandmother when it start ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും അങ്ങനെ വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിനെ എടുക്കരുത്. ഇറ്റ് ഹാസ് യു ടു കണ്ടിന്യൂ വിത്ത് ദാറ്റ്. കുറെ നാളത്തേക്ക് വെച്ചിട്ട് ഒരു അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു സജഷനോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് കരുതിയാൽ ഈ ഒരു എമൗണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു കുട്ടി ഒരു 18 years കഴിയുമ്പോൾ തന്നെ ഇത് ലോങ് ടേമിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇൻ 20 years ഇറ്റ് വിൽ ബി പെർഫോമിംഗ്. സോ അവനൊരു ഇൻക്വിസിറ്റീവ്നെസ് വരും. ഇത് എന്താണ് ഒരു ജിജ്ഞാസ, എന്താണ്, എങ്ങനെയാണ്, എത്രയാണ് എമൗണ്ട് കൂടുന്നത്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ കൊള്ളാമല്ലോ. അവൻ ഈ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയും ഇതിനെപ്പറ്റി ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി പഠിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 25 years ആയി അവന് ജോലി കിട്ടുമ്പോൾ അവൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ഇതുപോലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അവൻ തയ്യാറെടുക്കും. മൂന്നാമത്തെ കാര്യം, ഇത് ലെറ്റ്സ് സേ ഈസ് കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ്. ഒരു എമർജൻസി വന്നു, മേ ബി അറ്റ് 48 years അതൊരു ബിസിനസ് ലോസ് ഉണ്ടായി, അവന് ഒരു അത്യാവശ്യത്തിന് എമൗണ്ട് വേണം. ആ എമൗണ്ട് എടുക്കാനായി ഈ ഒരു മ്യൂച്വൽ ഫണ്ട്സിനെ ബ്രേക്ക് ചെയ്ത് ഈസ് ടേക്കിംഗ് ദ എമൗണ്ട്. ജസ്റ്റ് ആ സമയത്ത് മേ ബി ദിസ് ഗ്രാൻഡ്മ വോണ്ട് ബി അറൌണ്ട്.
അപ്പൊ ആ ഒരു നന്ദിയോടെ സ്മരിക്കില്ലേ ആ ഒരു സമയത്ത്. ഈ ഒരു കാര്യത്തിനാണ്. അപ്പൊ ഇങ്ങനത്തെ 3-4 കാരണങ്ങളാണ്. നിങ്ങൾ ശരിക്കും ഇതിനെ പറ്റി ആലോചിച്ച് നോക്കൂ വരുന്നത്, ഇതൊക്കെ വർക്ക് ചെയ്യുമോ എന്നുള്ളത്. ഐ മീൻ ഇറ്റ് വിൽ വർക്ക്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് കുട്ടിയുടെ പേരിൽ എടുക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ എക്സാമ്പിളിൽ കാണിക്കുന്നത് ഈ എങ്ങനെയാണ് ആക്സിസ് AMCയിൽ എങ്ങനെ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ ആക്സിസ് ബാങ്കുമായിട്ട് എനിക്ക് യാതൊരു അഫിലിയേഷനും ഇല്ല. ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നില്ല. ആക്സിസ് ബാങ്ക് മ്യൂച്വൽ ഫണ്ട്സ് എനിക്ക് ഇഷ്ടമാണ്, കാരണം ദേ ആർ പെർഫോമിംഗ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടിയുടെ പേരിൽ ഇതുപോലെ എടുക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ്, ദ ചൈൽഡ് ഗെറ്റ് ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടും അദ്ദേഹത്തിന്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് യങ് ഏജിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി എല്ലാം പഠിക്കും. ഫസ്റ്റ് പേ ചെക്ക് മുതൽ തന്നെ ആള് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. ഒരു എമർജൻസി ടൈമിൽ അത് ഹാൻഡി ആയിട്ട് വരും. ഗ്രാൻഡ് മദർ ചെയ്ത കാര്യത്തിനെ അവർ നന്ദിയോടെ സ്മരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കുട്ടികൾക്ക് മാരേജ് ഇതല്ലെങ്കിൽ നമ്മളുടെ അസറ്റ്സ് എല്ലാം നമ്മൾ അടുത്ത ജനറേഷന് കൈമാറാനുള്ളതാണ്. അത് ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ കൈമാറിക്കൂടെ? ഈ ഒരു മാരേജോ അത് വരുമ്പോൾ ഓടിച്ചെന്ന് അത് കൊടുത്ത് അതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്മൂത്ത്ലി ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു യുവർ നെക്സ്റ്റ് ജനറേഷൻ വെൻ ദേ ആർ സ്മോൾ ഇറ്റ് സെൽഫ്. നമ്മളൊരു കുട്ടിയുടെ പേരിൽ എടുക്കുമ്പോൾ ഒരു പ്രോപ്പർട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇൻഹെറിറ്റൻസ് ടാക്സ് വരുന്നല്ലോ എന്ന് കരുതി നമ്മുടെ കയ്യിലിരിക്കുന്ന അപ്പാർട്ട്മെന്റ് 1 വയസ്സുള്ള മകന്റെ പേരിൽ എഴുതി വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോപ്പർട്ടി ഒരു മൈനറിന്റെ പേരിൽ എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഇത് തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. ആക്ച്വലി നമുക്കത് സെല്ല് ചെയ്യാൻ പോലും പറ്റില്ല. സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്നും നമുക്ക് ഉത്തരവ് വേണം. കാരണം അത് അദ്ദേഹത്തിന്റെ ഒരു മെഡിക്കൽ എമർജൻസിക്കാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പഠിപ്പിന് അല്ലെങ്കിൽ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ കോടതിയിൽ സമർത്ഥിച്ച് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് സെല്ല് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. അത് കാരണം കൊണ്ടാണ് പ്രോപ്പർട്ടിന് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒരു നല്ലൊരു ഫീച്ചർ നോക്കൂ. മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 ഇയറിൽ വി ആർ ജസ്റ്റ് ഇൻവെസ്റ്റിംഗ് അണ്ടർ പാരന്റ്സ് ഗാർഡിയൻഷിപ്പ് എന്നുണ്ടെങ്കിൽ ഈ അമിതാഭിന് എപ്പോൾ വേണമെങ്കിലും ഇത് സെല്ല് ചെയ്യാം. ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് വിൽ ഗോ ടു അമിതാഭ്സ് അക്കൗണ്ട് ഓർ മേ ബി ഒരു ബാങ്ക് അക്കൗണ്ട് അഭിഷേകിന്റെ. അപ്പോൾ അഭിഷേക് വേണമെങ്കിൽ 5 years ആയിട്ടുണ്ടാവുള്ളൂ. ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് ഒരു എമർജൻസി വരികയാണെങ്കിൽ സെല്ല് ചെയ്യാം, ആരോടും ചോദിക്കേണ്ടതില്ല. 18 years കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഗോസ് ടു എങ്ങനെ നിങ്ങൾക്ക് ഒരു കുട്ടിയുടെ പേരിലുള്ള അക്കൗണ്ട് തുടങ്ങാന്നുള്ളതിന്റെ ഒരു പ്രാഥമിക സ്റ്റെപ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പൊ അഭിഷേക് ഹാസ് എ സേ. അപ്പൊ അദ്ദേഹത്തിന് ഓൾറെഡി പാൻ കാർഡ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അദ്ദേഹത്തിന്റെ KYC എല്ലാം കംപ്ലൈന്റ് ആണ് എന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ വരുന്നു, ഒരു ന്യൂ അക്കൗണ്ട് ക്രിയേഷൻ എന്നുള്ളത് axismf.com പോയിട്ട് ഒരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ആ അക്കൗണ്ട് വെച്ചിട്ട് ഈ ലോഗ് ചെയ്യുന്നു. ഇതിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് വേണോ 1 time വേണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 1 time ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ എന്റെ കാര്യത്തിലായതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പല എക്സിസ്റ്റിംഗ് ഫോളിയോസ് കാണിക്കുന്നു. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ന്യൂ ഫോളിയോ, ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ന്യൂ ഫോളിയോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ഇതിലേക്ക് വരുന്നു. അവിടെ നിന്നും ഞാനൊരു എക്സിസ്റ്റിംഗ് ഫോളിയോ ആണ് സെലക്ട് ചെയ്തത്. അതിൽ നിന്നും ഞാൻ ആക്സിസ് ലോങ് ടൈം ഇക്വിറ്റി, ഇതാണ് ആക്സിസിന്റെ ELSS സ്കീം, അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് വേണം, ഇവിടെ ചിലത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എത്ര എമൗണ്ട്, 5,000 ആണെങ്കിൽ ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു. ആ 5,000 UPI നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് ഇത് മേക്ക് പേയ്മെന്റ് ചെയ്യുന്നു. ഇത് വളരെ എളുപ്പമാണ്. ശേഷം മാത്രമേ നിങ്ങൾക്ക് കുട്ടിയുടെ പേരിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് ഒരു മൈനർ ചൈൽഡിന്റെ പേരിൽ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് വേണ്ട, അതാണ് ഇതുപോലത്തെ മീറ്റിംഗിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുള്ളൂ. കാരണം ഇത് axismf പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതില്ല. വാട്ട് യു നീഡ് ടു ഗോ ഈസ് old.axismf.com. ഈ ഓൾഡ് ഇതിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ, ഈ ആക്സിസ് ഇപ്പോ എനിക്കിപ്പോ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഇല്ല, HDFC ഉള്ളൂ. HDFC ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സ് ഇതുപോലെ എടുക്കാൻ പറ്റുമോ? എടുക്കാമല്ലോ, HDFC എടുക്കാം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, അല്ല, HDFC AMC പറ്റില്ല. HDFC AMC ഈസ് ഓൺലി ഫോർ HDFC AMC മ്യൂച്വൽ ഫണ്ട്സ്. ആക്സിസ് AMC ഈസ് ഫോർ ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സ്. പക്ഷെ HDFC ബാങ്കിൽ പോവുകയാണെങ്കിൽ HDFC ബാങ്ക് ഇസ് ദ ബ്രോക്കർ. അവിടെ നിങ്ങൾക്ക് ഹയർ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കുന്ന ഫണ്ടുകൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിവിടെ നമ്മൾ ഇത് ലോഗിൻ ചെയ്യുന്നു. അപ്പൊ old.axismf.com പോയിട്ട് പാരന്റിന്റെ ഐഡിയിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, ഇതിനൊന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഇതൊന്ന് കാണിക്കുന്നത് മാത്രം. അപ്പൊ ഇൻവെസ്റ്റ് പ്ലാനിലോട്ട് ഇൻവെസ്റ്റ്, ഇതിൽ എക്സിസ്റ്റിംഗ് ഫോളിയോസ് വാട്ട് എവർ ഇസ് ദർ കംസ് അപ്പ്. ഇതാണ് ഒരു മെയിൻ കാര്യം. ഇവിടെ പ്രൊസീഡ് വിത്ത് ന്യൂ ഫോളിയോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. കുട്ടികളുടെ പേരാണെങ്കിൽ പ്രൊസീഡ് വിത്ത് ന്യൂ ഫോളിയോ എന്നുള്ള സെലക്ട് ചെയ്യാൻ ആദ്യമായിട്ട്. ദെൻ പ്രൊസീഡ് വിത്ത് ന്യൂ ഫോളിയോ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഇങ്ങനെ ചെയ്ത് accept the terms and conditions, go to the next step. Then select a new scheme or an existing scheme from here. Then you select a scheme, you tell whether it is a lump sum or investment amount also you mention. Then go to the next step.
then this screen comes up with all your information. അപ്പൊ പാരന്റിന്റെ, അതായത് അമിതാഭിന്റെ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഈ സ്ക്രീൻ വന്നാലാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ അമിതാഭ് ബച്ചൻ എന്ന് വന്നു കഴിഞ്ഞ ഇവിടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് വിൽ ബി ദർ. ഇവിടെ വന്നിട്ട് വേണം ഈ മൈനർ ചൈൽഡിന്റെ ആദ്യം ചെയ്യേണ്ടത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട്, ഐ മീൻ സോ ദിസ് ഇസ് ഓൾ എഡിറ്റബിൾ. ഇവിടെ വന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്ത് നമ്മളുടെ മൈനർ ചൈൽഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. ഇത് കൊടുത്ത് then it will ask for the guardian's name. You can give the guardian name. It's always better ഇവിടെ ആരാണ് കൊടുത്തിരിക്കുന്നത് അതേ ആളുടെ ഇതിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇവിടെ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നു. ഇവിടെ ബാക്കിയെല്ലാം മാരിറ്റൽ സ്റ്റേറ്റസ് എല്ലാം ചേഞ്ച് ചെയ്യണം, കാരണം ഇത് 1 year old ചൈൽഡ് ആണ്. അപ്പൊ ജെൻഡർ ഇതെല്ലാം ചേഞ്ച് ചെയ്തു. ഇവിടെ നെയിം റിമൂവ് അമിതാഭ് ബച്ചൻ ആൻഡ് പുട്ട് ഇറ്റ് ആസ് അഭിഷേക് ബച്ചൻ. ഇവിടുത്തെ എല്ലാം ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും നമ്മളിത് കൊടുത്ത് ഇതിന്റെ ലാസ്റ്റ് ഇതിലേക്ക് വരുന്നു. എല്ലാ ഇൻഫർമേഷൻസും ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് ബാങ്ക് ഡീറ്റെയിൽസും ആക്ച്വലി അമിതാഭ് ബച്ചന് തന്നെ കൊടുത്താൽ മതി. അഭിഷേകിന് ഇഫ് ഈസ് നോട്ട് ഹാവിംഗ്, ഇറ്റ്സ് ഓക്കെ, യു ജസ്റ്റ് ഗിവ് എവറിത്തിങ് ആൻഡ് ദെൻ യു കം ഔട്ട് ഫ്രം ദിസ് വൺ. സോ വാട്ട് എവർ വി ഹാവ് സീൻ ഈസ് ദാറ്റ്. എന്നിട്ട് നമുക്ക് പേയ്മെന്റ് നടത്തി അവിടെ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ഒരു ഫോളിയോ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് യു ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ടു new site, that is accessmf.com ൽ പോയി you can just create payment there. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ I am just repeating what father Vidab's KYC is done and he has an account with Access എന്നുണ്ടെങ്കിൽ പുതിയ old.accessmf വന്നതിന് ശേഷം ലോഗിൻ ആസ് അസിസ്റ്റിംഗ് പാരന്റ്, ക്ലിക്ക് ടു ഇൻവെസ്റ്റ്, ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇങ്ങനെ ചെയ്യുന്നു. ഇത് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ചേഞ്ച് ചെയ്ത് ബാക്കി ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ബാക്കി എല്ലാ സാധനങ്ങൾ എഡിറ്റബിൾ ആണ്. അതെല്ലാം മാറ്റിയതിനു ശേഷം യു മേക്ക് ദ പേയ്മെന്റ്. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത് US ആൻഡ് കാനഡ റെസിഡൻസിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇൻ ഡീലിംഗ് വിത്ത് മ്യൂച്വൽ ഫണ്ട്സ്. ദാറ്റ് യു മൈറ്റ് ബി നോയിങ്, ഹൂഎവർ ഇസ് NRIs അറിയാമായിരിക്കാം. അപ്പൊ അതിന്റെ മനസ്സിൽ വെച്ചേക്കുക. NRI പ്രോസസ്സസ് ഹൗ മേ ബി നെറ്റ് ബാങ്കിങ് മേ നോട്ട് ബി അവൈലബിൾ ഫോർ NRIs. അപ്പൊ വേറെ UPA വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അവരുടെ നമ്പർ വാട്ട് ഈസ് ലിങ്ക്ഡ് ഈസ് ലോക്കൽ നമ്പർ ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അതിലുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ജനറലി ഉള്ളത്, നമ്മൾ 2 lakhs കൂടുതലാണ്. നമ്മൾ എല്ലാവരും ഒരു മാർക്കറ്റ് ഫോളിന് വെയിറ്റ് ചെയ്യാണ് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. അപ്പോൾ ഒരു 2 lakh കൂടുതൽ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനൊരു ചെറിയ ദോഷമുണ്ട്. 2 lakhs കൂടുതലുള്ള ഫണ്ടുകളുടെ NAV അടുത്ത ദിവസവും പിന്നത്തെ ദിവസവും ഉള്ള NAV ആണ് നമുക്ക് കിട്ടുക. ഇതൊരു പുതിയ അറിവായിരുന്നു എനിക്ക്. കാരണം അപ്പോൾ പല സ്കീമുകളിൽ ഇപ്പൊ ആക്സിസിന്റെ തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 1,99,000 വെച്ച് ഇടുകയാണെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ 10 ലക്ഷം ആക്സിസ് മിഡ് ക്യാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് ഫോളിനെ ആശ്രയിച്ചിട്ടാണ് ഇട്ടതെങ്കിൽ പിറ്റേ ദിവസം മാർക്കറ്റ് ചിലപ്പോൾ 700 points അപ്പ് ആയിരിക്കും. വലിയൊരു ഫോളിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഫോളിന്റെ ബെനിഫിറ്റ് ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ ഇതൊന്നും മനസ്സിൽ വെക്കണം. കട്ട് ഓഫ് ടൈമിംഗ്സ് ഹാവ് ചേഞ്ച്. ഇതോ ഈ 2 lakh നമ്മൾ ഇപ്പോൾ 2 lakhന് താഴെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്. ദർ ഇസ് നോ ഡിഫറൻസ്. നിങ്ങൾ 1,99,000 ആണ് വി ആർ പുട്ടിങ് ഇൻ 4 different സ്കീംസ് എന്ന്. നമ്മൾ ഇതൊരു 10 ലക്ഷമാണ് ഇടുന്നത്. എന്നിട്ട് എന്താണ് നമ്മൾ വിചാരിക്കുന്നത്, ഇന്ന് മാർക്കറ്റ് ഹാസ് ഫോളൻ 1,000 points. സോ ലെറ്റ് മീ ടേക്ക് ദ അഡ്വാൻറ്റേജ്. അതായത് 10 ലക്ഷം ഞാൻ ആക്സിസ് മിഡ് ക്യാപ്പിൽ ഇടുകയാണ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആക്സിസ് മിഡ് ക്യാപ്പ് തരാൻ പോകുന്ന NAV 1-2 ദിവസം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും, 2 ദിവസമോ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പോൾ എന്താണ് കാരണം എന്ന് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ കാശ് അപ്പം തന്നെ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഇത് 2 ദിവസം കഴിഞ്ഞിട്ടേ ഈ കാശ് കിട്ടുന്നുള്ളൂ. ഞങ്ങളുടെ വെബ്സൈറ്റിലുള്ളത് വരെ ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ കാർവി ആൻഡ് കമ്മിങ്. സോ ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അത് കാരണം 2 lakhന് താഴെ ഉള്ളതിന് ഇറ്റ്സ് ഓക്കെ, മോർ ദാൻ ഉള്ളതിന് പ്രശ്നമാണ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വലിയൊരു ഫോളോ വന്നു കഴിഞ്ഞാൽ പല സ്കീമിലായിട്ട് അതിൽ തന്നെ ഇടുക. അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യൂ, താഴെയുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഒരു വെൽത്ത് മാനേജർ റിക്വയർഡ് ആണോ, നിങ്ങൾ ഒരു ഫ്രീ ആയിട്ടൊരു വെൽത്ത് മാനേജ്മെന്റ് സർവീസ് എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്നിട്ട് അവരിൽ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ സൂക്ഷിക്കുക. നിങ്ങളെ റെഗുലർ സ്കീമുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം. വേറെ എന്തെങ്കിലും യുലിപ്സ് അതുപോലത്തെ വലിയ ഇതില്ലാത്തത്. നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിനെ മാത്രം നോക്കും. അത് തേക്ക് മാഞ്ചിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടുമടുത്ത മലയാളികൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട്സിനോട് വണ്ണമെന്തം എന്നുള്ള ഒരു ഇതാണ് മനസ്സിലുള്ളത്. പക്ഷെ ഇതിന്റെ ഫീച്ചേഴ്സും ഇതും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐ ജസ്റ്റ് തോട്ട് ഓഫ് ടേക്കിംഗ് ദ പെയിൻ ആൻഡ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ there is lot of advantages. നമ്മൾ തന്നെ കൺവിൻസ്ഡ് ആവണം. ക്വസ്റ്റ്യൻസ് വരാം, ആ ക്വസ്റ്റ്യൻസ് എല്ലാം യു ക്യാൻ ജസ്റ്റ് ത്രോ ടു മീ. അപ്പൊ നമ്മൾ തന്നെ ഇതിൽ കൺവിൻസ്ഡ് ആയാൽ മാത്രമേ നമുക്കിത് ലോങ് ടൈമിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 വർഷം വെച്ചു, ഒന്ന് കൂടിയത് കണ്ടു, നമുക്കിത് പുറത്തിറങ്ങാന്നുള്ള ഒരു ഫീലിംഗ് വരും. അപ്പൊ അങ്ങനെയുള്ള വെൽത്ത് മാനേജ്മെന്റ് ഒന്ന് സൂക്ഷിച്ചോളൂ. ആരെങ്കിലും ഫിക്സ്ഡ് ഫീ വാങ്ങിച്ച് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഞാനിവിടെ തരുന്നത് വെച്ച് തന്നെ വൺ ക്യാൻ ഓൾവേസ് ഡു തിങ്സ്. നമ്മുടെ ഗ്രൂപ്പുമുണ്ട്, ഗ്രൂപ്പിലും ഒക്കെ സംശയമുണ്ട്. പക്ഷെ ഫ്രീ വൺ ആർ ഡിഫറെന്റ്. അത് കാരണം കൊണ്ട് ഒരാളുടെ അസറ്റ്സ് പല രീതിയിലായിട്ടായിരിക്കും സ്പ്ലിറ്റ് ആയി കിടക്കുന്നത്. സോ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും എല്ലാവരും ചേർന്ന് എങ്ങനെ യു ക്യാൻ ജസ്റ്റ്
ഗീവ് ദ ഒരു ബെറ്റർ ടാക്സ് പ്ലാനിങ് എന്നുള്ള കാര്യമൊക്കെ ഇറ്റ് വിൽ ബെറ്റർ ഒരു വെൽത്ത് മാനേജർ ഓർ ഇഫ് ഈസ് എൻ അങ്കിൾ ഓർ ഫ്രണ്ട് സംബഡി അഡ്വൈസർ ഉണ്ടായാൽ അത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു. ബാങ്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്, അയ്യോ ഈ ബാങ്ക് പൊളിഞ്ഞാലോ എന്നുള്ളത്. പക്ഷെ നമുക്ക് വി നീഡ് ടു ലുക്ക് അറ്റ് ഹിസ്റ്ററി. ഒരു കൊമേഴ്സ്യൽ ഷെഡ്യൂൾഡ് ബാങ്ക് ഇതുവരെ പൊളിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ. 1947 കഴിഞ്ഞാൽ, ഞാൻ ബാങ്കിന്റെ കാര്യം പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാം, ഒരു രൂപ പോലും ഒരു ഡെപ്പോസിറ്ററിന്റെ ഒരു കൊമേഴ്സ്യൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഇട്ടിരിക്കുന്ന കാശ് ഇതുവരെ നഷ്ടപ്പെട്ടില്ല. കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ കാര്യമല്ല പറയുന്നത്, എന്ന് പോലെ തന്നെ. അത് കാരണം കൊണ്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ IDFC ബാങ്കിലോ യെസ് ബാങ്കിലോ ഏത് ബാങ്കിലോ ഇട്ടോ അതിന്റെ ക്രെഡിറ്റ് റിസ്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. കാരണം 5 lakh വരെ ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഹിസ്റ്ററി. മാത്രമല്ല ഇതിന്റെയൊക്കെ ന്യൂസ് വളരെ കൂടുകയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് കീപ് ഇറ്റ് ടു ദ 5 lakh ലിമിറ്റ് എന്ന് പറയുന്ന പോലെ. ഒരു മ്യൂച്വൽ ഫണ്ടും ഹൈലി റെഗുലേറ്റഡ് ആണ്, ഹൈലി റെഗുലേറ്റഡ് ബൈ സെബി. അത് എത്ര റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടെടുത്തോളം ഇതിന് വേറെ ഒരു സെക്ടറിലോ വേറെ ഒരു കാര്യത്തിനോ ഇത്ര അധികം ഒരു നല്ല ഒരു റെഗുലേഷൻ സ്റ്റേറ്റ് ഉണ്ട്, വാഹനങ്ങളുടെ RTO റിലേറ്റഡ് ഉണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ അതിനെ എത്ര ബെസ്റ്റ് ആയിട്ടാണ് അവർ വെച്ചിരുന്നതും ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് കാരണം കൊണ്ട് അവിടെ കുറെ അതിന്റെ റെഗുലേഷൻസ് ഇതുണ്ട്. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിലുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഇതുവരെ നോട്ട് ഈവൻ 1 രൂപയുടെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട്സ്. പക്ഷേ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരു ട്രാൻസാക്ഷൻസ് വിൽ ബി ജെന്യുവിൻ. അതാണ് ഇതുവരെ ഉള്ളത്. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ തന്നെ അതിന്റെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആളോട് പറയാറുണ്ട്, നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ തന്നെ അതിന്റെ ട്രാൻസാക്ഷൻസ് മേ നോട്ട് ബി ജെന്യുവിൻ. ട്രാൻസാക്ഷൻ ടൈറ്റിൽ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടൈറ്റിലൊക്കെ നമ്മൾ പിന്നീട് അറിയുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം മ്യൂച്വൽ ഫണ്ടിലില്ല. ഇഫ് യു ആർ ബൈങ് ദാറ്റ് ഈസ് കമ്മിങ് ടു യു. പിന്നെ ഈ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യുമെന്നുള്ളത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇക്കോണമി. കമ്പനികൾ പെർഫോം ചെയ്യുന്നുണ്ടോ, അതിൽ വാങ്ങി വെച്ചിരിക്കുന്ന ചില കമ്പനികൾ പൊളിഞ്ഞോ, ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. ആ റിസ്ക് വി നീഡ് ടു ടേക്ക്. കാരണം എന്താണ്, അത് ഒരു റിസ്ക് ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഇസ് എ റിസ്ക് ക്യാപിറ്റൽ. ആ റിസ്ക് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വരാൻ. ആ റിസ്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടൈമിലേക്ക് വെക്കാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുള്ളൂ. റിസ്ക് ഈസ് ദയർ. നമ്മളൊരു 10 lakh ഇൻവെസ്റ്റ് ചെയ്തു, what is the probability for 20 years it becomes 5 lakhs 15 lakhs നഷ്ടത്തിലാവാൻ? അങ്ങനെ സാധിക്കില്ലേ? സാധിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ റിസ്ക് എനിക്ക് മനസ്സിലാവും. അത് പ്രോബ്ലി മാർക്കറ്റ് റിസ്ക് ആണ് കേട്ടോ നീ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഫണ്ട്സ് ഇപ്പൊ ഇവരൊരു 50 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ 50 കമ്പനീസ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്സിസ് ബാങ്ക് ആസെറ്റ് ഒന്നല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് ആയി അങ്ങനെ എന്തെങ്കിലും ആക്സിസിന് സംഭവിച്ചു. അങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ട്സിന് എന്താ സംഭവിക്കുന്നത്? ഇല്ല, അങ്ങനെ അത് യാതൊരു റിസ്കും ഇല്ല. ആക്സിസ് AMC ആൻഡ് ആക്സിസ് ബാങ്ക് 2 ഡിഫറെന്റ് എന്റിറ്റീസ്. ഇത് കംപ്ലീറ്റ്ലി റെഗുലേഷൻ ആണ്, വേറെ വിധത്തിലാണ് നിൽക്കുന്നത്. ബാങ്ക് ചിലപ്പോൾ പൊളിയാന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സിന് കാശ് പോകില്ല, മേ ബി ഇൻവെസ്റ്റേഴ്സ് മൈറ്റ് ലൂസ് ദെയർ മണി. ഇൻവെസ്റ്റേഴ്സ് അതിന്റെ ഷെയർ വാങ്ങിക്കുന്നവർക്കെല്ലാം കാശ് പോകാം. പക്ഷേ ആക്സിസ് AMC ഈസ് അണ്ടർ കൺട്രോളിലാണ്. അതിന്റെ യൂണിറ്റ്സ് എല്ലാം അതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഹൈലി റെഗുലേറ്റഡ് ആണ്. ഇതുവരെ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. അതിലൊക്കെ സെബി പോലുള്ള ഏജൻസീസ് ആർ ഡൂയിങ് മച്ച് ബെറ്റർ എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. ആ കമ്പനീസ് ജസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി വിളിച്ചാൽ ഞാൻ നിർത്താം. ആ കമ്പനീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചുള്ള പല ഇൻസ്റ്റൻസിൽ പല ഇതുപോലെ സുനിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്താണ്, സെബി ഗവൺമെന്റ് ഇടപെട്ട് RBI വിൽ മൂവ് ദാറ്റ് ടു ലെറ്റ്സ് സേ ടു HDFC മ്യൂച്വൽ ഫണ്ട്, അതായിട്ട് മെർജ് ചെയ്യും. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. പല മുമ്പ് ചിലർ ബാങ്ക്രപ്റ്റായി, ചിലർ ദേ ആർ ലീവിങ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ സെല് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ആ കമ്പനികൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ചാൻസുകൾ, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഫ്രോഡ് ഏത് സൈഡിൽ നിന്ന് വരാന്നുള്ളത് അറിയില്ല. പക്ഷെ ഇതുവരെയുള്ള കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രോഡ് ഇപ്പൊ ഇതൊരു ഇതിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് വരേണ്ട ഒരു കാര്യമില്ല. അതിനുള്ള ഒരു പ്രിക്കോഷൻസ് ഗവൺമെന്റ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് മണി സേഫ് ആയിട്ട് ഇരിക്കാനായിട്ട്. അപ്പൊ അതിന്റെ മാർക്കറ്റ് റിസ്ക് നോ വൺ ക്യാൻ ഗ്യാരണ്ടി. മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് ഒരു 5 years ബാക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഐ ഹാവ് ഗോൺ ത്രൂ ഒരു ഏജൻസി കോൾഡ് ഇൻഫെയർ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഹി ഈസ് സേയിങ് ഐ ആം നോട്ട് ടേക്കിംഗ് എനി ചാർജസ് ഫ്രം യു. അപ്പൊ ഇപ്പോഴാണ് മനസ്സിലായത് ഹി ഈസ് ഗെറ്റിംഗ് ലൈക്ക് ഇറ്റ് ഇസ് എ റെഗുലർ ഫണ്ട്. ആൻഡ് സോ വാട്ട് ഇസ് നൗ ഇപ്പൊ ഇത് മനസ്സിലായതുകൊണ്ട് നൗ we can stop that SIP which is going and then divert it into this MF directly. പക്ഷെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഇത് അന്ന് തന്നെ ഇത് ആലോചിക്കണമായിരുന്നു. അന്ന് തന്നെ ഇതുപോലത്തെ ഒരു മീറ്റിംഗ് ഞാൻ നടത്തണമായിരുന്നു. എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നം വരില്ലായിരുന്നു. കാരണം
നമ്മൾ ഇത് 10-20 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ഈ 10-20 വർഷത്തിൽ തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഇനി ചോദിച്ച ചോദ്യത്തിന് ഇനി ഡയറക്ട് ഫണ്ടിലേക്ക് മാറ്റാനെന്നുള്ളത് ഇനിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ മാറ്റാം എന്ന് മാത്രമേ പറ്റുള്ളൂ. ഈ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തതിന് യു ക്യാൻ ഓൾവേസ് ഗോ ആൻഡ് സെൽ ദാറ്റ് ആൻഡ് പുട്ട് ദാറ്റ് ഫുൾ എമൗണ്ട് ഇൻ സം ഡയറക്ട് സ്കീമിൽ ഇടാം. എന്നല്ലാതെ അതിന് വരുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എല്ലാം നിങ്ങൾ കൊടുക്കേണ്ടിയും വരും, അത് പ്രോഫിറ്റിലാണെങ്കിൽ. അത് അല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ ഇതൊരു ഏറ്റവും നല്ല സമയമാണ് അങ്ങനത്തെ സ്വിച്ച് ചെയ്യാൻ. കാരണം മാർക്കറ്റ് കുറച്ച് താന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്ന് തോന്നുന്നു. നമ്മൾ നോട്ട് ഇൻ 1 or 2 months, ഒരു 2-3 year പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. ഇവൻ ഇഫ് ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്, സെൽ ദാറ്റ്, മൂവ് ടു സംതിങ്. ഒന്നുകിൽ AMCകൾ, അല്ലെങ്കിൽ സിറോദ, പേടിഎം, മണി ആപ്പ് മുതലായ അത് ഫണ്ടിന്റെ എൻഡിൽ ഡയറക്ട് ഗ്രോത്ത് എന്ന് ഇല്ലാത്ത ഫണ്ടുകളെ ഒരിക്കലും വാങ്ങിക്കരുത്. ഓക്കെ ഇറ്റ് വാസ് എ സ്ലോ ഗ്രോത്ത്. അതിനു മുന്നേ എല്ലാം LICയും PPF ആയിരുന്നു. Then somebody told mutual funds are good, but there was nobody like Tenny at that point of time to advise us. So we went through somebody. Now we are getting this very good input from you. So now we'll keep in mind and then start. Okay. Thank you so much. Yeah. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതിലൊരു കൺവിക്ഷൻ വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒന്നും ആരും ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്കിത് കൺവിക്ഷൻ വരാനുള്ള ഇതുകളാണ് പറയുന്നത്. കാരണം ഞാൻ പറയുന്ന എല്ലാത്തിനും ഒരു ലോജിക് ആൻഡ് റീസണിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സ് ഇഷ്ടപ്പെടുന്നത്? ഐ ജസ്റ്റ് ടോൾഡ് റീസൺ. എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് ഈസ് ബെറ്റർ ദാൻ എ പ്രോപ്പർട്ടി? എന്തുകൊണ്ടാണ് യു ഹാവ് ടു കീപ് ഇറ്റ് ഇൻ യുവർ ചൈൽഡ്സ് നെയിം? ദർ ഇസ് എ റീസൺ. ആ റീസൺ എല്ലാം എക്സ്പ്ലെയിൻ. ആ റീസൺ നിങ്ങൾ തന്നെ മനസ്സിലിട്ട് നോക്കിയിട്ട് ഈസ് ഇറ്റ് ഗുഡ് എന്നുള്ളത് നോക്കുന്നതാണ് എല്ലാ ഇൻവെസ്റ്റ്മെന്റും നല്ലത്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാരണം വാങ്ങിക്കായിരിക്കും. 1-2 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് വേറെ എന്തോ കേട്ടു, എന്തോ സംഭവിച്ചു, ക്ലാരിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം യു ക്യാൻ ജസ്റ്റ് ഹാവ് ദ കൺവിക്ഷൻ ആൻഡ് ദെൻ ഇൻവെസ്റ്റ്. അത് മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല, സ്റ്റോക്സ്, എവറിത്തിങ് അതിന്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. കാരണം ആക്ച്വലി മ്യൂച്വൽ ഫണ്ട്സ് ഫോർ ലോങ് ടേം. അബൌട്ട് ഇറ്റ്, ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ച ഫസ്റ്റ് 5 years, യെസ് ദർ ഇസ് എ കുറച്ച് തന്നെ. അതിന് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രീ നടുന്ന പോലെയാണ്. ഒരു ചെറിയ സാപ്ലിംഗ് നടുമ്പോൾ ആ ഫസ്റ്റ് 5 years അത് ഉണങ്ങി പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. മഴ പെയ്തില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ള പോലെ. പക്ഷെ വൺസ് ഇറ്റ് ഹസ് ഗ്രോൺ ടു സം ദിസ് വൺ, ആൻഡ് യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ്. അത് തന്നെത്താൻ വളർന്നോളൂ. നിങ്ങളൊരു 10 വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ 10 വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഒരു റിട്ടേണും തരാത്ത മാർക്കറ്റാണ്. എന്നാലും 10 വർഷത്തിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആരുടെങ്കിലും ലംസം ഫണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ആ സ്ട്രഗിൾ പീരീഡ് കഴിഞ്ഞ പിന്നെ ഇത് എങ്ങനെ ആ ഒരു പവർ ഓഫ് കമ്പൗണ്ടിങ്ങിന്റെ കാര്യം ഇതിലേക്ക് വരും. ആ പവർ ഓഫ് കമ്പൗണ്ടിങ് എന്നുള്ളതൊക്കെ നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്, ടെക്നോമെട്രി, അതൊക്കെ. അതുപോലെ തന്നെ ഈ ഗതികൂടെ കെട്ട് ഇങ്ങനെ വിടുക എന്നുള്ളതല്ല. ഇത് ശരിക്കും മനസ്സിലാക്കി ഇതിൽ അപ്ലൈ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ ഇതൊരു വലിയ ഫിഗർ 8,300 crores ഫിഗേഴ്സ് ടെനി കാണിച്ചു. അത് കാണിച്ചത് ജസ്റ്റ് അടുത്ത ജനറേഷന് പോകുമ്പോൾ ചെയ്യേണ്ട ആ ഒരു, എനിക്ക് തന്നെ ഞാനത് ഇട്ടപ്പോൾ എനിക്കൊരു വളരെ ഇതായിട്ട് തോന്നി. 9 crores ഇന്നത്തെ വാല്യൂ ഇറ്റ് വിൽ ബി കമ്മിങ് ഇൻ 100 years എന്നുള്ളത്. ഇന്നത്തെ വാല്യൂ യു ആർ പുട്ടിങ് 10 lakh ആൻഡ് ഇന്നത്തെ വാല്യൂ തന്നെ ഇറ്റ് ഈസ് 9 crores. അത് ദൂരെ 1000 കൊല്ലമൊന്നുമല്ല, 100 കൊല്ലം, ജസ്റ്റ് 3 generations away. അപ്പൊ ഇങ്ങനെ നിങ്ങൾ തന്നെ എക്സൽ ഷീറ്റിൽ ഇട്ടും അതിന്റെ ഒരു കൺവിക്ഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് പ്രോസസ്സുകൾ പറഞ്ഞു. നിങ്ങൾ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ യു ക്യാൻ ഗോ ദിസ് വേ ആൻഡ് ഇൻവെസ്റ്റ്. ഡോണ്ട് ഹാവ് ടു ഇൻവെസ്റ്റ് ത്രൂ മീ. ഞാൻ എന്റെ പേപ്പറോ എന്റെ ഏജന്റ് കോഡോ അങ്ങനെ ഒന്നുമില്ല. ദർ ഇസ് നോ സെല്ലിംഗ്. യു ക്യാൻ ജസ്റ്റ് ഡു ഓൺ യുവർ സെൽഫ്. Tenny, if your wife is a homemaker, you can invest in her name also, no? Why only children? Can be in name of wife also, no? If wife is a homemaker, that's a different thing. As a tax expert, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. That is, if you are giving a gift to her some money, that she can invest, and then this one. Genuinely giving her a gift, she can invest in some means, like maybe a mutual fund or something. പറയൂ ബിറ്റു. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ. അപ്പൊ നേരത്തെ ആക്സിസ് MFന്റെ സൈറ്റ് കാണിച്ചിരുന്നല്ലോ, അതുപോലെ നമ്മൾ ഈ കാർവി അല്ലെങ്കിൽ ക്യാംസ് വഴി ഡയറക്ട്ലി ട്രാൻസാക്ട് ചെയ്യുന്നതും പിന്നെ ഈ AMCയുടെ ഡയറക്റ്റ് സൈറ്റ് വഴി ട്രാൻസാക്ട് ചെയ്യുന്നതും തമ്മിൽ ആർ ദർ എനി ഡിഫറൻസസ്? അല്ലെങ്കിൽ ഡയറക്റ്റ് സ്കീംസ് ആണ് ഞാൻ കേട്ടിരിക്കുന്നത്, എനിക്ക് പരിചയമില്ല. മാത്രം സ്കീംസ് അല്ല ഞാൻ പറഞ്ഞത്, ദേ ആർ ഓൾസോ സെല്ലിംഗ്. ഇപ്പൊ SBI ആണെന്ന് വിചാരിക്കുക, SBI മ്യൂച്വൽ ഫണ്ട്, റൈറ്റ്? അവരുടെ SBIMF.com പോയിട്ട് നമുക്ക് ട്രാൻസാക്ട് ചെയ്യാം. നിങ്ങൾ നോക്കും ആ ഫണ്ട് കണ്ടുപിടിക്കുക, ഏത് ഫണ്ടിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്, അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫണ്ട്. ഏത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം, ഏതാണ് SBI ബ്ലൂ ചിപ്പ് എമർജിംഗ് ഫണ്ട്, അങ്ങനെ ഒരു ഫണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ then you can think of the ways of എങ്ങനെയാണ് ഇതിൽ നല്ല വേയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ SBI AMC is one way. If you already have an account with Zerodha, it's all direct schemes ആണ്. ക്യാംസും കാർവിയും അങ്ങനെയാണെന്ന് കേട്ടിരിക്കുന്നു, എനിക്ക് ഉറപ്പില്ല. പേടിഎം മണി ആപ്പിൽ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഫൈൻഡ് ദ ഫണ്ട്,
then you think of ways of investing in it. അതിൽ now when I see I have 3 options. എനിക്ക് Zerodha വഴി ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോ അത് എല്ലാം സെയിം ആണ്, ആക്സസ് എല്ലാ അല്ലെങ്കിൽ വിധത്തിലും ആക്സസ് സെയിം ആണ്. There is no difference. എല്ലാം സെയിം ആണ്. ഓക്കെ, നോ ഡിഫറൻസസ്. ഓക്കെ, But you need to make sure there is a direct growth at the tail end. Direct growth ഉണ്ടാവണം. And then you need to make sure അത് ഡയറക്റ്റ് ഫണ്ടുകളാണ് എന്നുള്ളത് ഒന്ന് വരുത്തണം. നമ്മുടെ ആക്സിസ് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ടിന്റെ AMC വെബ്സൈറ്റ്സിൽ പോലും you can take regular funds. So you need to be very careful you are taking the direct funds. ഇപ്പൊ HDFC, എനിക്കിപ്പോ ഒരു HDFC അക്കൗണ്ടേ ഉള്ളെങ്കിൽ അപ്പൊ എനിക്ക് ആക്സസ് ഡയറക്റ്റ് എടുക്കാനേ പറ്റില്ല. ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ചാർട്ടർ ചെയ്ത് ഇവിടെ വന്ന കാര്യങ്ങൾ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോണത് ആയിരിക്കും ലാഭകരം. പ്ലെയിൻ ചാർട്ടർ ചെയ്ത് വരാൻ വേണ്ടി ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ഇതിപ്പോ എനിക്ക് വേറൊരു അക്കൗണ്ട് തുടങ്ങാനുള്ള സ്കോപ്പില്ല. കാര്യം ഈ NRI പാരന്റ്സിന്റെ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങാം. ഒരു ഗ്രാൻഡ് പാരന്റ് ടേക്കിംഗ് ഇൻ ദ നെയിം ഓഫ് ചൈൽഡ്, എല്ലാം കറക്റ്റ് അല്ലേ? സാധനം നടന്നില്ലേ? പിന്നെ ഇത് റീപാട്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വരുമ്പോഴാണ് അതിന്റെ ഇത് വരുന്നത്. അത് ആക്ച്വലി ഇന്ത്യയിലേക്ക് തന്നെ വരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാരന്റ് ക്യാൻ ഓൾവേസ്, ഐ മീൻ ഗ്രാൻഡ് പാരന്റ് കൊച്ചുമകളുടെ പേരിൽ ദേ ക്യാൻ ജസ്റ്റ് ഇൻവെസ്റ്റ് ആൻഡ് ദെൻ ഡു ദാറ്റ്. സോ ദർ ഈസ് റൗണ്ട് അബൌട്ട് വേ ഫോർ ഓൾ ദിസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോ ഈ 2% എന്നുള്ളതും അത് ഐ മീൻ 1% എന്നുള്ള ഡിഫറൻസ് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അത് കൊടുക്കാതിരിക്കാൻ നല്ലത്. ഓർ ഇഫ് യു ആർ തിങ്കിങ് അതൊരു 2 വർഷത്തേക്ക് മാത്രമാണ് എന്നിരുന്നാൽ പോലും, അപ്പൊ ഇഫ് യു ആർ റിട്ടേണിംഗ് ടു ഇന്ത്യ, ഇവിടെ വന്നിട്ട് ആ മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്ത് യു ക്യാൻ ഓൾവേസ് ബൈ ദ ന്യൂ ഡയറക്ട് സ്കീം. അങ്ങനെ ചെയ്യാം. പക്ഷെ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ആരും അങ്ങനെ ചെയ്യില്ല. വൺസ് യു ആർ ദിസ് വൺ, ഇഫ് യു ഫൈൻഡ് ദാറ്റ് ഒക്കെ ആ 10 lakh കുറച്ച് കൂടി നല്ല പ്രോസ്പെക്റ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ആള് അത് ഇറ്റ് വിൽ ഗോ ഫോർ എവർ. ആൻഡ് ഫൈനലി ഈ 2 year എന്ന് വിചാരിക്കുന്ന സാധനം will end up in 20, 30, 40 years. That is when you will be losing 50 crores. 53 crores to be exact. If you can bring in your friends. ഇവിടെ സെല്ലിംഗ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ, കാരണം പലരും നമ്മൾ വിചാരിക്കണ്ടാവും ഈ കാര്യം മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ പല കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. ഇതൊന്നും ഇന്റർനെറ്റിലൊന്നും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. സോ യു ജസ്റ്റ് ലെറ്റ് യുവർ ഫ്രണ്ട്സ് നോ. കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദം. മലയാളം സെഷന്, ഐ മീൻ മലയാളത്തിലേക്ക് ഇത് അത്ര ചെന്നിട്ടില്ല. ഐ എം ഷുവർ ഇത് പലർക്കും ഇത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ഐ എം ടെല്ലിങ് യു, ഇൻ 40 years ഇത് ക്രോഴ്സിലുള്ള ഡിഫറൻസ് ആണ് ഇതും ഉണ്ടാവുക. ഒരു പല തട്ടിപ്പുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലൊരെണ്ണാണ് ഈ മ്യൂച്വൽ ഫണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് എടുക്കരുത്. അപ്പൊ ഏതോ ഒരു മേല് പറഞ്ഞ പോലെ നമുക്ക് എന്താടാ ഈ ബുദ്ധി നേരത്തെ തുടങ്ങാത്തത് വിജയ എന്ന് പറയില്ലേ? അപ്പൊ മറ്റേ ആള് പറയും ഓരോന്നിനും അതിന്റെ സമയമുണ്ട് ദാസ. ഓരോന്നിനും അതിന്റെ സമയമുണ്ട് ദാസ. ഇതാണ് ആ സമയം. ഇതാണ് ഒരു ഇക്വിറ്റി ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ഗെറ്റിംഗ് ഒരു ലോങ് ടൈം വെൽത്ത് ജനറേഷൻ ഉള്ളത്. അപ്പൊ അത് വളരെ ടാക്സ് എഫിഷ്യന്റും ടാക്സ് സീറോ ആക്കി തന്നെ വെക്കാൻ പറ്റുന്ന ഒരു വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോഴും റൂൾ ഇരിക്കുന്നത്. നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന് ഈ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യണം. എങ്ങനെയാണ് ഇതിനെ ഈ പല കാര്യങ്ങളുടെ റൂളുകളെ നമ്മൾ കോർത്തിണക്കി ഒരു കറക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കമ്പനീസ് നമ്മൾ നേരിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ ബിസിനസ്സുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിസിനസ്സുകൾ അറിയാം, ബിസിനസ്മാനും നമുക്കറിയാം. അവർ ഒരിക്കലും ലോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവരെപ്പോഴും മുന്നോട്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ഇൻഫ്ലേഷൻ ബീറ്റൻ റിട്ടേൺ കിട്ടാനായി ഇതാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഇതിന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി നമുക്കറിയാം, ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇറ്റ് ഹാസ് നോട്ട് പെർഫോംഡ്. പ്രോപ്പർട്ടി ഈസ് ഓൾസോ ഇൻഫ്ലേഷൻ ബീറ്റിംഗ് റിട്ടേൺസ് തരുന്ന കാര്യമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തു, അതിന്റെ ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ നോക്കൂ, അതിനുള്ള എത്ര എക്സ്പെൻസുകൾ അതിൽ വരുന്നത് നോക്കൂ, രജിസ്ട്രേഷൻ എക്സ്പെൻസ്, ടാക്സസ്, എവറിത്തിങ് നോക്കൂ. ഇനി അത് സെല് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ടാക്സസ് നോക്കൂ. ഹ്യൂജ് എമൗണ്ട് ആണ് ഇതിന് വരുന്നത്. ഇനിയുള്ള വർഷങ്ങളിൽ പ്രോപ്പർട്ടി പ്രൈസ് ഈസ് ആക്ച്വലി ഗോയിങ് ഡൗൺ ആൻഡ് ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് നീഡഡ്. ആൻഡ് പ്രോപ്പർട്ടി ഈസ് സംതിങ് കൺസിഡർഡ് ആസ് മൂവബിൾ, ഇൻഡിവിസിബിൾ ആൻഡ് ഇല്ലിക്വിഡ്. Bonds കുറിച്ച് what is your opinion, or are you going to have another session on that? What is that? What government bond? Basically bonds il invest ചെയ്യാനൊരു actually there is mutual funds ൽ തന്നെ debt instruments ഉണ്ട്. ആ debt instruments are giving very good returns. So അതും recommended ആണ്. If you are having access short term, Kotak dynamic bond, ഇവരെല്ലാം കഴിഞ്ഞ ഒരു 3 മാസത്തിൽ കൊടുത്തിരിക്കുന്ന റിട്ടേൺ അറൌണ്ട് 12% പെർ ആനം ബേസിസിലാണ്. ടാക്സ് കുറയ്ക്കാനായി 3 years ആണ്. 3 yearsലും കൂടുതൽ വെക്കുകയാണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റും കിട്ടുന്നു. അതിനുശേഷം അതിന്റെ 20% മാത്രമേ നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ ഒരു വളരെ ടാക്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കഴിഞ്ഞ 3 മാസത്തിൽ വളരെ ക്രൈസിസും ഒക്കെ ഉള്ള കാരണം കൊണ്ട് ക്രെഡിറ്റ് വെർത്തിനെസ്സിന് കുറച്ചും കൂടി ഒരു തിരക്ക് വരുന്നത് കൊണ്ട് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കുറച്ച് മുകളിലേക്ക് പോയിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ റെക്കമെൻഡഡ്. ഇക്വിറ്റി വേണ്ട, ഇക്വിറ്റി എന്നുള്ള റിസ്ക് എടുക്കാൻ വയ്യ, നിങ്ങൾക്കൊരു
20 lakh ആണ് ഉള്ളത്, അത് ഐ വാണ്ട് ടു വിൻ ദാറ്റ് ഇൻസ്ട്രുമെന്റ്, ബട്ട് ചെറുതായിട്ട് ഇക്വിറ്റിയിലേക്ക് വരാൻ തുടങ്ങി. ലെറ്റ് ദിസ് 20 lakh ബി പാർക്ഡ് ഇൻ സം ആക്സിസ് ബാങ്കിങ് ആൻഡ് PSU ഫണ്ട് എന്നുള്ള ഫണ്ടിൽ ഇട്ടതിന് ശേഷം അതിൽ നിന്ന് വരുന്ന എല്ലാം യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. അപ്പൊ അങ്ങനെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പെട്ടെന്നൊരു ഭൂമി വിറ്റ് എമൗണ്ട് കിട്ടി, പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ മാർക്കറ്റിൽ ഇറക്കാൻ താല്പര്യമില്ല, എപ്പോൾ വേണമെങ്കിലും ഇത് കുറയുമല്ലോ എന്നുള്ളൊരു പേടി. അതിനെ നമ്മൾ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇട്ടിട്ട്, ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്നുള്ളത് NCDs ഓഫ് മുത്തൂറ്റ് ഫിനാൻസ് അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ടാക്സ് എഫിഷ്യന്റ് ആണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. സെർച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ട് ഒരു സെഷൻ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതായത് ഈ പബ്ലിക്ലി ഫ്ലോട്ടഡ് ഷെയർസ് അല്ലാണ്ട് എയർപോർട്ടിന്റെ ഇത് ചെയ്തപ്പോൾ അങ്ങനത്തെ ഷെയർസ്, ഇപ്പൊ പ്രൈവറ്റ് ഷെയർസ്, ഇപ്പൊ ഈ സ്റ്റാർട്ടപ്പിന്റെ കാലമാണ്, അങ്ങനത്തെ ടാക്സ് വൈസിലും അതിന് ഒരു അഡ്വാൻറ്റേജ് ഇല്ല. പിന്നെ നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാശിനെ കിട്ടുള്ളൂ, നമ്മൾ വിൽക്കാൻ നോക്കുമ്പോൾ അതിന് പറ്റില്ല. സി വെൻ യു ഹാവ് ഒരു മീഡിയം ഉള്ളപ്പോൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള ഒരു മീഡിയത്തിൽ ഇത്ര ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഷെയർസ് ഉള്ളപ്പോൾ വി ഷുഡൻ ലുക്ക് അറ്റ് സച്ച് തിങ്സ്. പക്ഷെ വൈ ഷുഡ് യു ഗോ ഫോർ ദാറ്റ് വെൻ യു ഹാവ് എവറിത്തിങ്? എന്ത് അസറ്റ് ക്ലാസിന് വേണമെങ്കിലും ഷെയർ പർച്ചേസിലൂടെ വി ക്യാൻ ഓൾവേസ് റിപ്ലിക്കേറ്റ് ദാറ്റ്. അതായത് HDFC ബാങ്കിന്റെ HDB ഫിനാൻഷ്യൽ സർവീസസിന്റെ ഇത് കിട്ടുന്നുണ്ട്, റിലയൻസ് റീറ്റെയിലിന്റെ ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി നമ്മൾ സെൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ലൈക്ക് എ ഇക്വിറ്റി. Only the listed things which has given the STT will be treated in the current LPPG STG regime. So ULIPs are actually ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഒരുമിച്ചുള്ള പ്രോഡക്ട്സ് ആണ്. ഇങ്ങനെയുള്ള പ്രോഡക്ട്സിലേക്ക് ഒന്നും നമ്മൾ പോകരുത്. ആക്ച്വലി വി ഷുഡ് ലുക്ക് അറ്റ് ദ വെരി ബേസിക് റോ പ്രോഡക്ട്സ്. റോ പ്രോഡക്ട്സ് എന്താണ്? മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിന്റെ ഡെറ്റ് ഫണ്ട്സ്, ദെൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ ടേം ഇൻഷുറൻസ്. ഇത് മൂന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള പല ഡിഫറെന്റ് കോംപ്ലക്സ് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടാണ് അവർ സെല് ചെയ്യുന്നത്. അപ്പൊ യുലിപ് എന്ന് പറയുമ്പോൾ ആ ഇൻഷുറൻസിന് ഇത് ടേം ഇൻഷുറൻസ് ഇസ് ചീപ്പസ്റ്റ്. 1 കോടിയുടെ ഇൻഷുറൻസിന്, ടേം ഇൻഷുറൻസിന് പെർ ഇയർ മേ ബി 10,000 20,000 ഒക്കെ ഉള്ളൂ. അപ്പൊ ആ 20,000 കൊടുത്ത് യു ഇൻഷുർ യുവർ സെൽഫ്. ആ 20,000 ലെറ്റ് ഇറ്റ് ഗോ, അത് പോയിക്കോട്ടെ എന്നുള്ള ലെവലിൽ ആ 20,000 എടുക്കൂ. യുവർ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് കീപ് ഇറ്റ് സെപ്പറേറ്റ്ലി ഇൻ എ മ്യൂച്വൽ ഫണ്ട്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഇടാണെങ്കിൽ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാം. പല ഫ്ലെക്സിബിലിറ്റീസ് വെരി ലെസ്. ടാക്സ് എഫിഷ്യൻസി ഇസ് നോട്ട് ദർ, ഫ്ലെക്സിബിലിറ്റി ഇസ് നോട്ട് ദർ, റിട്ടേൺ ഇസ് നോട്ട് ദർ, അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ആർ വെരി ഹൈ. അത് കുറെ താഴെ വന്നു, പക്ഷെ ഇറ്റ് ഈസ് വെരി ഹൈ. Thank you all. Press the bell icon and subscribe to my channel. Thank you for watching.